ഹലോ ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രത്തിൻ്റെയും വേദയുടെയും ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ലേ. അങ്ങനെ വിക്രമും വേദയും കൂടി കോടതിയിൽ നിന്ന് ഇറങ്ങി വരികയാണ് കേട്ടോ. വിക്രമിനെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ട് വരികയാണ് വേദ. ആ വിശേഷങ്ങളൊക്കെ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ സ്ക്രീനിലിടാനേ, കാണാത്തവർ അത് കാണണം. അതൊരു കിടിലൻ എപ്പിസോഡാണ്. അതിനുശേഷം ജാമ്യം കിട്ടിയ വിക്രമുമായിട്ട് വേദയും ഫ്രണ്ട്സും കൂടെ പുറത്തിറങ്ങാണ്. അപ്പോൾ വിക്രം വേദയെ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ അങ്ങ് പോവുക. അപ്പോൾ ഫ്രണ്ട്സ് പറയുന്നുണ്ട്, എടാ അവളോട് നന്ദി പറ, അവൾ പറഞ്ഞിട്ടാണ് ജാമ്യം കിട്ടിയത്, അവളെ വിവാഹം കഴിക്കാനിരുന്ന ആളെ കൊണ്ടുവന്ന് ആ ജാമ്യം എടുത്തത്. അപ്പം ഉടനെ വിക്രം പറയാണ്, എന്തിനാ അവളോട് നന്ദി പറയുന്നത്? അവൾ കാരണമല്ലേ ഞാനിപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വന്നത്. അല്ലാതെ വേറെ ഞാനൊരു മോഷണ കേസോ അടിപിടി കേസിലോ ഒന്നും അല്ല ഇപ്പോൾ അകത്തായത്. അവൾ കാരണമാണ്. പിന്നെ അവൾ പുറത്തിറങ്ങി, ഇനി അവളോട് ഞാൻ നന്ദി പറയാം, നീയൊക്കെ ഒന്ന് മിണ്ടാതിരുന്നേ എന്ന് പറയാണ് കേട്ടോ. വേദയാണെങ്കിൽ ഒരക്ഷരം മിണ്ടാതെ വേദ പുറകെ ഇങ്ങനെ വരികയാണ്. അത് കഴിയുമ്പോഴേക്കും പോകാനായിട്ടൊക്കെ എല്ലാവരും ബൈക്കിലൊക്കെ കയറാൻ പോവാണ്. അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ വേദ ഇങ്ങനെ നിൽക്കുക. വേദ നിൽക്കുമ്പോഴേക്കും ഒരു ഫ്രണ്ട് പറയുന്നുണ്ട്, നല്ല വിശപ്പുണ്ടെന്ന് പറയും. അപ്പോൾ വിക്രവും പറയാം, നേരാ നല്ല വിശപ്പുണ്ട്, അവിടെ പോയി നമുക്ക് ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. ഇന്നലെ മുഴുവൻ ജയിലിൽ കിടന്നിട്ട് ആഹാരം പോലും ശരിക്ക് കഴിക്കാൻ പറ്റിയില്ല. അങ്ങനെ അവർ തൊട്ടടുത്തുള്ളൊരു കടയിലേക്ക് പോവുകയാണ്. നമുക്ക് ആ തട്ടുകടയിൽ പോയി കഴിക്കാം, ആ ഭായിയുടെ കടയിൽ എന്ന് പറഞ്ഞിട്ട് പോവുക. അപ്പോൾ വേദ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പം വേദ പറയുന്നുണ്ട്, ഞാനും വരട്ടെ എന്ന് ചോദിക്കുക. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, വേണ്ട നീ വരണ്ട എന്ന് പറയും. അപ്പോൾ വിക്രത്തിൻ്റെ ഒരു ഫ്രണ്ട് പറയുന്നുണ്ട്, അതെന്താടാ അവളും കൂടി വരട്ടെ, അവൾക്കും വിശപ്പില്ലേ? അപ്പോൾ വേദ പറയാം, എനിക്ക് നല്ല വിശപ്പുണ്ട് എന്ന് പറയാണ്. അപ്പോൾ വിക്രം പറയാണ്, നീ അത് വീട്ടിൽ പോയി കഴിച്ചാൽ മതി. എടാ നീ എന്താ ഈ പറയുന്നത്? കൊച്ചമ്മയ്ക്ക് AC മുറിയിലിരുന്ന് പിസയും ബർഗറും ഒക്കെ കഴിച്ചാൽ മാത്രമേ ഇറങ്ങുള്ളൂ. അല്ലാതെ ഇതുപോലെ ലോക്കൽ തട്ടുകടയിൽ വന്നിട്ട് ദോശയും പൊറോട്ടയും ഒക്കെ കഴിക്കുക എന്ന് പറഞ്ഞാൽ അവൾക്കതൊന്നും പറ്റില്ല, അവൾക്കൊന്നും വയറ്റി പിടിക്കില്ല. അതുകൊണ്ട് അവൾ വരണ്ട. അപ്പോൾ വേദ പറയാണ്, എനിക്ക് എന്തായാലും പൊറോട്ടയോ എന്തെങ്കിലും വാങ്ങിച്ചു തന്നേ പറ്റുള്ളൂ, എനിക്ക് വിശന്നിട്ട് വയ്യ എന്ന് കടുപ്പിച്ച് പറയണം. അപ്പോഴേക്കും ഫ്രണ്ട് പറയാണ്, വാ നമുക്ക് പോകാമെന്ന് പറയാം. അങ്ങനെ വേദയും കൂട്ടിക്കൊണ്ട് അവർ തൊട്ടടുത്തൊരു ചെറിയ തട്ടുകടയിൽ പോവാണ്. അവിടെ ചെന്നിരുന്നിട്ട് അവിടുത്തെ ഭായിയോട് ചെല്ലുമ്പോഴേ വിക്രം പറയുന്നുണ്ട്, ഹായ് ഭായി എന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാവരും കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പം എല്ലാവരും പറയാണ്, ഓരോ പ്ലേറ്റ് പൊറോട്ടയും ചില്ലി ചിക്കനും എന്ന് പറയാണ്. അപ്പോഴേക്കും വേദയ്ക്കും അത് തന്നെയാണ് കേട്ടോ. എന്നിട്ട് എല്ലാവർക്കും ഫുഡൊക്കെ വരുന്നുണ്ട്. വേദ ഇങ്ങനെ വിക്രത്തിനെ നോക്കുന്നുണ്ട്. വിക്രമാണെ നോക്കുന്നേ ഇല്ല കേട്ടോ. ഫുഡെല്ലാം വന്നു, എല്ലാവരും പൊറോട്ടയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുക. അപ്പം വിക്രത്തിൻ്റെ ലോക്കൽ ഫ്രണ്ട്സും അല്ലേ, അവർ പൊറോട്ടയിലേക്ക് ഇങ്ങനെ ചാറൊക്കെ ഒഴിച്ച് കുഴച്ച് അങ്ങനെ കഴിക്കുവാണ്. വേദയാണെങ്കിൽ പൊറോട്ട നുള്ളി എടുത്തിട്ട് ഇങ്ങനെ ഒപ്പി കറിയിൽ ഒപ്പി കഴിക്കുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് ഉടനെ തന്നെ ഫ്രണ്ട്സ് പറയുന്നുണ്ട്, ഇങ്ങനെയാണോ പൊറോട്ട കഴിക്കുന്നത്? ഇങ്ങനെ കഴിച്ചാൽ എപ്പോൾ കഴിച്ച് തീരാനാ? ഞങ്ങളെപ്പോലെ ഇതുപോലെ ചാറൊക്കെ ഒഴിച്ച് കുഴച്ച് ഇങ്ങനെ വാരി കഴിക്കണം എന്നൊക്കെ ഇങ്ങനെ വേദയോട് പറയുക. വേദ അപ്പം ഭയങ്കര കുറച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ വേദ നോക്കുമ്പോൾ വിക്രം നന്നായിട്ട് ഇങ്ങനെ പൊറോട്ട കുഴച്ച് വാരി കഴിക്കുകയാണ്. അതൊക്കെ അവരൊക്കെ പെട്ടെന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അതേസമയം വേദയാണെങ്കിൽ നുള്ളി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് വേദയ്ക്ക് തോന്നി, അവർ കഴിക്കുന്ന പോലെ അങ്ങ് കഴിച്ചാലോ. വേദയും നന്നായിട്ട് ഗ്രേവിയൊക്കെ അങ്ങ് ഒഴിച്ച് കുഴച്ച് അങ്ങ് വാരി കഴിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഓരോ ഓംലേറ്റ് കൂടി വേണമെന്ന് പറയാണ്. അങ്ങനെ ഓംലേറ്റ് വരികയാണ്. ഓംലേറ്റ് വന്നു കഴിയുമ്പോഴേക്കും വേദയുടെ ഓംലേറ്റും അവിടെ കൊണ്ട് വയ്ക്കുകയാണ്. അത് കഴിയുമ്പം എല്ലാവരും ഇങ്ങനെ കഴിയും. അപ്പോൾ വിക്രം ഇങ്ങനെ നോക്കുകയാണ്, വേദ കുഴച്ച് വാരി കഴിക്കുന്ന കണ്ടിട്ട് തന്നെ വിക്രത്തിന് എന്തോ പോലെ ഒരുപാട് നാൾ പട്ടിണി കിടന്ന പോലെയാണ് വേദ കഴിക്കുന്നത്. അപ്പോൾ വിക്രത്തിന് കൊണ്ടുവന്ന ഓംലേറ്റ് കൂടി വിക്രം കഴിക്കാൻ വായിലേക്ക് വെക്കാൻ പോകുമ്പം വേദയ്ക്ക് കൊടുക്കുകയാണ്, എന്നാ കഴിച്ചു എന്ന് പറയാം. വേദ അതും വാങ്ങിച്ച് കഴിക്കുകയാണ്. അങ്ങനെ എല്ലാവരും വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് ഏമ്പൊക്കെ വിട്ട് ഇറങ്ങുകയാണ്. എന്നിട്ട് ക്യാഷൊക്കെ കൊടുത്തിട്ട് പറയുന്നുണ്ട് എല്ലാവരും, നല്ല ഫുഡായിരുന്നു ഭായി എന്ന് പറയുക. എന്നിട്ട് എല്ലാവരോടും വെളിയിലോട്ട് ഇറങ്ങി കഴിയുമ്പോഴേക്കും പറയുന്നുണ്ട്, നമുക്ക് പോകാം എന്ന് പറയാം. അപ്പോൾ പോകാമെന്ന് പറയുമ്പോഴേക്കും ഉടനെ ഫ്രണ്ട് പറയുന്നുണ്ട്, അത് ചേച്ചി ഒരു ഓട്ടോ പിടിച്ച് പോരെ, ഞങ്ങൾ ബൈക്കിൽ പോകാം എന്ന് പറയാണ് കേട്ടോ. അതേസമയം
അതേസമയം അവിടെ വഴിയിലൊരു ബഹളം കേൾക്കുകയാണ് കേട്ടോ. ഒരു സ്ത്രീയെ ഒരു കള്ളുകുടിയൻ നന്നായിട്ടിട്ട് അടിക്കുകയാണ് വഴിയിലിട്ട്. അവർ പറയുന്നുണ്ട്, എന്നെ അടിക്കല്ലേ, എന്നെ അടിക്കല്ലേ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ, ദേ ഈ കാലമാടൻ എന്നെ അടിച്ചിപ്പോൾ കൊല്ലും, ഇവൻ കള്ളു കുടിച്ച് വന്ന് എന്നെ അടിക്കുകയാണ്, അതുകൊണ്ട് ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ എന്ന് പറയാം. അപ്പോൾ അയാളാണെങ്കിൽ നല്ല അടി കൊടുത്തോണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് വിക്രവും ഫ്രണ്ട്സും ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. വിക്രം ഇങ്ങനെ ദേഷ്യം വരെയാണ് ഇയാളറിയും. വിക്രം അയാൾക്കിട്ട് ഒന്ന് കൊടുക്കണം എന്ന് വയ്ക്കുമ്പോഴേക്കും വേദ അയാളുടെ കരണക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം ഫ്രണ്ട്സ് ഞെട്ടിപ്പോവാണ് ചെയ്യുന്നത്. എന്നിട്ട് വേദ പറയാ, എന്താടാ നീ എന്തായി കാണിക്കുന്നേ, പെണ്ണുങ്ങളെ വഴിയിലിട്ട് തല്ലുന്ന മര്യാദയുണ്ടോ, പെണ്ണുങ്ങളെ തല്ലാൻ നീ ആരാടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ പറയണേ, ഇതെൻ്റെ ഭാര്യയാണ്. ഉടനെ എന്നെ വേദ പറയാണ്, ഭാര്യയാണെങ്കിൽ നീ തല്ലുവോടാ എന്ന് ചോദിക്കുക. അപ്പോൾ ആ സ്ത്രീ പറയാണ്, എൻ്റെ മോളെ ഇയാൾ കള്ളു കുടിച്ച് വന്ന് എന്നും എന്നെ ഇങ്ങനെ കൊല്ലേ, കള്ളു കുടിക്കാൻ നിനക്ക് പൈസ ഉണ്ടല്ലേടാ, പണിയെടുത്ത് ജീവിക്കടാ എവിടെയെങ്കിലും പോയി, അല്ലാതെ ഭാര്യയെ തല്ലിയല്ലേ ജീവിക്കേണ്ടത്, നീ എന്താ വിചാരിച്ചേ എന്ന് ചോദിച്ചു. ഒറ്റ ഒരെണ്ണം കൂടെ വേദ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അയാൾ പറയണേ, അയ്യോ ഇനി ഞാൻ തല്ലുകയല്ല, ഇനി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല, ഞാൻ ഭാര്യയെ തല്ലുകയില്ല, നോക്കുക പോലും ഇല്ല എന്ന് പറയാണ്. എന്നിട്ട് അവരെ പിടിച്ച് എണീപ്പിക്കുകയാണ് കേട്ടോ വേദ. എന്നിട്ട് പറയാം, ചേച്ചി ഇങ്ങോട്ട് എണീറ്റ് വന്നേ, താൻ കേട്ടല്ലോ, ഇനി ഇവരുടെ ദേഹത്ത് കൈ വയ്ക്കുമോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ, വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കുമോ ചെയ്താൽ ഉണ്ടല്ലോ, ഇതൊന്നും ആയിരിക്കില്ല, തന്നെ തൂക്കിയെടുത്തോണ്ട് പോയി, ഞാൻ ഇപ്പം കൈ കൊണ്ട് തല്ലിയത്, ഇനി ഇരുമ്പ് വടി കൊണ്ട് തല്ലിക്കൊല്ലും എന്ന് പറയുമ്പോൾ അയാളങ്ങ് പേടിച്ചു പോവുക. കള്ളു കുടിക്കോടോ ഇനി? ഇല്ല, ഞാനിനി കള്ളു കുടിക്കേയില്ല എന്ന് അയാളങ്ങ് പറയാണ് കേട്ടോ. ഇത് കേട്ടുകൊണ്ട് വിക്രത്തിൻ്റെ ഫ്രണ്ട്സും വിക്രവും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. വേദ പറയുന്നുണ്ട്, ഇനി ഇവരെ തല്ലിക്കഴിഞ്ഞാൽ ചേച്ചി ഫോൺ നമ്പർ ഇതാ എന്ന് പറയാം. അപ്പോൾ അവർ ഫോൺ നമ്പർ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് വേദ മിസ് കോൾ അടിച്ചിട്ട് പറയാം, ചേച്ചി ഞാൻ വിളിച്ചിട്ടുണ്ട്, എൻ്റെ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചോണം, ഇയാൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ വഴക്കുണ്ടാക്കി ചെയ്യാനേ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ അപ്പം തന്നെ അവിടെ പാഞ്ഞ് എത്തിക്കോളാം, മര്യാദയ്ക്ക് പൊക്കോണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വേദ അയാളെ വിരട്ടി വിടുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ട് വിക്രത്തിനൊരു ആരാധനയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ അയാൾ പോയി കഴിയുമ്പോഴേക്കും എല്ലാവരും പോകാനായിട്ട് ഇങ്ങനെ തുടങ്ങുക. അപ്പോൾ ഉടനെ തന്നെ വിക്രത്തിൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ട്, അണ്ണ ഇതിപ്പം പിടിച്ചിരിക്കുന്നത് പൂച്ചക്കുട്ടിയാണെന്ന് വിചാരിച്ചിട്ട് ഇത് പുലിക്കുട്ടിയാണല്ലോ എന്ന് വേദയെക്കുറിച്ച് പറയുമ്പം വിക്രം ഇങ്ങനെ നോക്കുകയാണ് രൂക്ഷമായിട്ട്. അത് കഴിഞ്ഞ് വേദയോട്, എന്നാൽ ചേച്ചി ഓട്ടോയിൽ പൊക്കുമെന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, വേണ്ട ഞാൻ ബൈക്കിൽ കൊണ്ടുപോയിക്കോളാം, ബൈക്കിൽ കയറിക്കോളാം പറയുക വേദയോട്. വേദ അങ്ങനെ വിക്രത്തിൻ്റെ പുറകിൽ ബൈക്കിൽ ഇങ്ങനെ കയറുക. അത് കണ്ടുകൊണ്ട് ഫ്രണ്ട്സ് നിന്ന് പറയുന്നുണ്ട്, ആഹാ ഈ വഴക്ക് കണ്ടപ്പം ഈ ബഹളമൊക്കെ കണ്ടപ്പോഴത്തേക്കും വിക്രമേട്ടൻ പേടിച്ചു പോയെന്നാണ് തോന്നുന്നത്, അതല്ലേ ചേച്ചിയെ വണ്ടിയെ കയറ്റിക്കൊണ്ട് പോയത് എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് വിക്രം നേരെ ബൈക്കിൽ വേദയും കൊണ്ട് പോകുന്നത് വേദയുടെ വീട്ടിലേക്ക് തന്നെയാണ് കേട്ടോ. വീടിൻ്റെ വാതിക്കലെത്തുകയാണ്. വീടിൻ്റെ വാതിക്കലെത്തിക്കഴിയുമ്പോൾ വേദ പറയുന്നുണ്ട്, ഇങ്ങോട്ട് കൊണ്ടുവരാനാണെങ്കിൽ താൻ കൊണ്ടുവരണ്ടായിരുന്നല്ലോ, ഞാൻ തന്നെ വന്നോളൂ അല്ലായിരുന്നോ, വീണ്ടും വീണ്ടും താൻ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണോ, ഇവിടെ നിർത്തണോ വണ്ടി എന്ന് പറയാണ്. വിക്രം അവിടെ വണ്ടി നിർത്തിയിട്ട് വേദയുടെ കയ്യെ പിടിച്ച് വലിച്ച് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ, ശേഖര സാറേ ഇവിടെ ആരും ഇല്ലേ, ഇവിടെ നിങ്ങളുടെ മകൾ വന്നിരിക്കുന്ന വേദ, ഇങ്ങോട്ട് ഇറങ്ങി വന്നേന്നൊക്കെ പറഞ്ഞ് വിളിക്കുക. അപ്പോഴേക്കും ഉടനെ തന്നെ വേദ പറയുന്നുണ്ട്, ഒന്നും മിണ്ടാതിരിക്കാവോ, എന്തിനാ താൻ അവരെയൊക്കെ വിളിച്ചിറക്കുന്നത് എന്നൊക്കെ ചോദിക്കാനായിട്ടോ. ബാക്കി വിശേഷവുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിലൂടെ വരാം. അടുത്ത വീഡിയോ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ. നമ്മുടെ വീഡിയോ കൂടി ഒന്ന് ലൈക്ക് ചെയ്യണം.